ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സീക്രട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഈ സീക്രട്ട് നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം, കറക്റ്റായിട്ട് പഠിക്കണം. ഒന്ന്, നല്ല റിസൾട്ടാണ് സ്റ്റോക്ക് വന്നത്, പക്ഷേ സ്റ്റോക്ക് വളരെ എക്സ്റ്റെൻഡഡ് ആണെങ്കിൽ സാധാരണ സംഭവിക്കുന്നത് ട്രേഡേഴ്സ് ഒരൊറ്റ കയറ്റം കയറ്റിട്ട് പ്രോഫിറ്റ് ബുക്ക് നടത്തും. പ്രോഫിറ്റ് ബുക്ക് നടത്തുമ്പോഴത്തേക്കും ആൾക്കാർ ടെൻഷനായി പോകും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അങ്ങനത്തെ ഒരു കേസിൽ അണ്ടർകട്ട് EMA 21 അണ്ടർകട്ട് ചെയ്ത് ഒരു ബേസ് ബിൽഡിംഗ് വരെ നമ്മൾ കാത്തിരിക്കണം. ചില കേസുകളിൽ അത് EMA 21 പകരം EMA 10 ലെവലിൽ താഴെ പോയിട്ട് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഇനി നല്ല റിസൾട്ടാണ്, ഓവർ എക്സ്റ്റൻഡ് സ്റ്റോക്കാണ് നിൽക്കുക, വല്ലാതെ എക്സ്റ്റൻഡ് സ്റ്റോക്കാണെങ്കിൽ സാറിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ട്രേഡേഴ്സ് രണ്ട് രീതിയിൽ, ഒന്ന് വീണ്ടും ക്ലൈമാക്സ് കാലിൽ കയറ്റിയിട്ട് സ്റ്റോക്കിനെ നേരെ താഴും, അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്കിനെ താഴെയിടും. അങ്ങനത്തെ കേസുകളിൽ ഓവർ എക്സ്റ്റൻഡ് ആണെന്ന് ഓർത്തോണം. ഓവർ എക്സ്റ്റൻഷൻ ക്രിട്ടിക്കലാണ്. അതിനത്തെ കേസുകളിൽ എന്താ സംഭവിക്കുന്നത്? സ്റ്റോക്ക് നോർമലി ഒരു 1.5 മാസം 2 മാസം റേഞ്ചിൽ കിടക്കും, പിന്നെ സ്റ്റോക്ക് കയറാൻ സാധ്യതയുള്ളൂ. നല്ല റിസൾട്ടാണ്, പക്ഷേ ലാസ്റ്റ് ഒരു 10 days ആണ് എക്സ്റ്റൻഷൻ വന്നെങ്കിൽ എന്ത് സംഭവിക്കും? ട്രേഡേഴ്സ് നേരെ കയറി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, സ്റ്റോക്ക് ഒന്ന് താഴെ പോകും നിരുന്നിട്ടായിരിക്കും സ്റ്റോക്ക് കയറുന്നത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല റിസൾട്ട് വന്നുകൊണ്ട് മാത്രം കാര്യമില്ല, സ്റ്റോക്കിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് അതനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട്. ബിഹേവിയർ കറക്റ്റ് അല്ല എങ്കിൽ ട്രേഡ് ബിഹേവിയർ കറക്റ്റായിട്ട് വരുന്നവരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഒരു നല്ല ട്രേഡർ ഏറ്റവും വലിയ ക്വാളിറ്റി. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇക്വിറ്റി എഫിസിനോട് ചേർന്ന് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. താങ്കൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, എക്സ്ക്ലൂസീവായിട്ട് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, അതായത് റിസൾട്ട് വരുന്ന അന്ന് തന്നെ കഴിവതും വീഡിയോസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റേറ്റീവ്ലി ബെസ്റ്റ് റിസൾട്ട് എന്ന സ്റ്റോക്കുകളുടെ വീഡിയോസാണ്. താങ്കൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വിറ്റി എഫിസിനോട് ചേർന്ന് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. ജോയിൻ ചെയ്താൽ താങ്കൾ ജോയിൻ ചെയ്യാം. സോ ഈ വീഡിയോകളൊക്കെ താങ്കൾക്ക് ബെസ്റ്റായിട്ടുള്ള ബെറ്റർ അനാലിസിസ്, ഈ വീഡിയോ ഒരു പ്രിലിമിനറി അനാലിസിസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. താങ്കൾക്കൊരു സെക്കൻഡറി അനാലിസിസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ പുറത്ത്, ആ സ്റ്റോക്കിൻ്റെ പുറത്ത് താങ്കൾക്കൊരു സെക്കൻഡറി അനാലിസിസ് ചെയ്യാൻ തീർച്ചയായും സാധിക്കും. ഫ്രണ്ട്സ്, റിസൾട്ട് സീസണിൻ്റെ ഏറ്റവും ബിസിയസ് പീരീഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ ഫാർ നമ്മൾ കഴിഞ്ഞ ക്വാർട്ടർ പോലെ തന്നെ ഈ ക്വാർട്ടറിലും ഫെൻറ്റാസ്റ്റിക് റിസൾട്ട്സ് തന്ന ധാരാളം സ്മോൾ ക്യാപ്പും ബിഗ് ക്യാപ്പും ആയി തുടങ്ങി. ലാർജ് ക്യാപ്പിലും ഏതാനും ബാങ്ക്സ് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. പക്ഷേ അറ്റ് പ്രസൻറ്റ് ലീഡ് ചെയ്യുന്നത് സ്മോളും മിഡും സെഗ്മെൻ്റാണ്. കഴിഞ്ഞ ക്വാർട്ടറിലും അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ അതേ ലെവൽ നോക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്നു ഈ ക്വാർട്ടറിലും ഒരു പക്ഷേ മിഡും സ്മോളും നിഫ്റ്റി 50 അല്ലെങ്കിൽ ലാർജ് ക്യാപ്പിനെക്കാളിലും മേളിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതൽ. എടുത്തു പറയുന്നു, ഈ വീഡിയോ എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാൻ പാടില്ല. ഒരു നല്ല കമ്പനി എന്ന റിസൾട്ടിൻ്റെ പുറത്ത് മാത്രമുള്ള ഫണ്ടയുടെ പുറത്തുള്ള ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. ടെക്നിക്കൽ സൈഡ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഐ എം നോട്ട് കൺസേൺഡ് എന്നൊരു കാര്യം എടുത്തു പറയുന്നു. നമുക്ക് സ്റ്റോക്കിലേക്ക് കിടക്കാം. തിന്നാർവാഡ് 1970s എസ്റ്റാബ്ലിഷ് കമ്പനിയാണ്. ആൻഡ് അവർ ഫോക്കസ് ഇരിക്കുന്നത് വൺ ഓഫ് ഏഷ്യസ് ലാർജസ്റ്റ് റീസൈക്ലർ ഓഫ് എൻഡ് ഓഫ് ലൈഫ് ടയേഴ്സ് ആണ്. ടയേഴ്സിൻ്റെ റീസൈക്ലറിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് കമ്പനിയാണ്. അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ടയറിലാണ് ശരിക്കും. ബേസ് ടയേഴ്സിനെ മാനുഫാക്ചർ വാല്യൂ ആഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നത് ബേസിക്കലി, ഇൻക്ലൂഡിങ് ക്രം റബ്ബർ മോഡിഫയർ, CRM. സോ മെനി ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് തിന്നാറബർ. പിന്നെ ഇങ്ങനത്തെ കമ്പനികളുടെ ട്രെൻഡ് എപ്പോഴും ഓട്ടോയുടെ ട്രെൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓട്ടോ ട്രെൻഡ് കയറുവാണെങ്കിൽ ഈ കമ്പനികൾക്ക് എപ്പോഴും പ്ലസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഓട്ടോ സെക്ടറിൽ പ്രഷർ വന്നാൽ, മാർജിൻ പ്രഷർ വന്നാൽ ഇങ്ങനത്തെ സെക്ടറിലും പ്രഷർ വരാനുള്ള സാധ്യതയുള്ള കാര്യം ഇത് ഓട്ടോ എന്ന് പറയുന്ന സെക്ടറിൻ്റെ പ്രോക്സീസ് ആണ് ശരിക്കും. നമ്മൾ ആ ഒരു പാട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. എപ്പോഴും ഏത് കമ്പനി നമ്മൾ എടുത്താലും അത് ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് സബ് സെക്ടറിലാണ്, ആ സെക്ടറിൻ്റെ ഗ്രോത്ത് എന്താണ്, ആ സെക്ടറിലെ ആവറേജ് CAGR എന്താണ്, ആ സെക്ടറിലെ മൂവ്മെൻറ്റ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബേസിക്കലി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. നമുക്ക് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ടിന്നാർബർ എന്ന് പറയുന്ന ആ കമ്പനി അതിൻ്റെ ഫോക്കസ്ഡ് ആണ്. സോ നമുക്ക് ടിന്നാർബറിൻ്റെ റിസൾട്ടിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ടിന്നാർബർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. റിസൾട്ട് വന്ന ഇന്ന് 20% കയറി. ആൻഡ് 2144 കോടി സ്മോൾ ക്യാപ്പാണ്. സ്റ്റോക്ക് ബി 34.8, ഇൻഡസ്ട്രി ബി 26.6. വെരി ഗുഡ് പെഗ് റേഷ്യോ 0.97 ഉള്ളൂ. ആൻഡ് ഡെറ്റ് ഇക്വിറ്റി 129 കോടിയെ കടവുള്ളൂ. ഡെറ്റ് ഇക്വിറ്റി വിത്തിൻ ലിമിറ്റിലാണ്. പ്രൊമോട്ട് ഹോൾ ഈസ് 67.2. പ്രൊമോട്ട് സ്ലൈറ്റായിട്ടൊന്ന് കുറച്ചു, ഒരു 1% താഴെ 0.36%. ആൻഡ് ROC ഈസ് 22.3%. സി ദ ടോപ്പ് ലൈൻ 130 കോടി കഴിഞ്ഞ ജൂണിലായത് ഇത്തവണ 156 കോടിയായി. സോ സംതിങ് 20% ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് മാർച്ചിൻ്റെ ലെവലിൽ സാധാരണ ജൂൺ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. ആ ജൂണിലെ ഫിഗർ എന്ന് പറയുന്നത് മാർച്ചിൻ്റെ ലെവലിൽ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 21 കോടിയിൽ നിന്നും ഒരൊറ്റ കയറ്റം 34 കോടി, ക്ലോസ് ടു 70% ആണ് കയറിയിരിക്കുന്നത്. അത് ഫാർ ബെറ്റർ ദാൻ മാർച്ചാണ്. ടോപ്പ് ലൈൻ മാർച്ച് ലെവലിൽ നിർത്താൻ സാധിച്ചപ്പം
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 28 ഇന്ന് 34 ആയിട്ട് കമ്പനിക്ക് ക്വാർട്ടർ ബെറ്റർ ആകാൻ സാധിച്ചു. ഇയർ ഓൺ ഇയർ ക്ലോസ് ടു 70% വന്നിരിക്കുന്നത്. OPM എക്സ്പാൻഡ് ചെയ്യുമല്ലോ നാച്ചുറലി. 16 to 18, 18 to 22%. ആൻഡ് EPS 6.52 നിന്ന് 11.42 ആയി. ഏകദേശം എന്താ പറയണ്ടേ 80%, 85% ആണ് EPSൽ ഗ്രോത്ത് വന്നത്. ആൻഡ് മാർച്ചിൽ 9.18 ഉണ്ടായിരുന്നുള്ളൂ. പിയാനൊക്കെ നോക്കാൻ നേരത്തെ ട്രെയിലിംഗ് 12 months ബെസ്റ്റ് ഫിഗേഴ്സ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 53 നിന്ന് 62 ആയി കഴിഞ്ഞു ട്രെയിലിംഗ് 12 monthsൽ. ആൻഡ് ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റ് നോക്കും. റിസർവ് കണ്ടമാനം കൂടി 161 എന്നുള്ളത് 282 ആയിട്ട് കൂട്ടാൻ സാധിച്ചു കമ്പനിക്ക്. ഓക്കെ, ഇക്വിറ്റി ഡൈല്യൂഷൻ വന്നിട്ടുണ്ട് 1 കോടിയുടെ. അത് മാർച്ചിലാണ് വന്നിരിക്കുന്നത്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ബോറോയിൻസ് 135 6 കോടി കുറയ്ക്കാൻ സാധിച്ചു. ഇത് രണ്ടും ബെസ്റ്റാണ്. ആൻഡ് സി ദി ഇൻവെസ്റ്റ് പ്രൊമോട്ടബിളി 67.21 ആണ്. സ്ലൈറ്റ് കുറച്ച കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. FIs 0.36 നിന്ന് 0.49 ആയിട്ട് കൂട്ടാൻ സാധിച്ചു. DAs 5.6 നിന്ന് 4.18 ആൻഡ് ജനങ്ങളുടെ 27.82% ഉള്ളൂ.